അവൾ എന്നും വരുന്ന സമയം വൈകുന്നേരം 6 മണിയായിരുന്നു. ആ ചെറിയ ബസ് സ്റ്റോപ്പിൽ മഴയോ വെയിലോ നോക്കാതെ അവൾ നിൽക്കും. കണ്ണുകൾ റോഡിലേക്കും മനസ്സെവിടെയോ അകലത്തേക്കും. ആദ്യം ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നപ്പോൾ അവളുടെ കാത്തിരിപ്പ് എനിക്ക് പരിചിതമായി. ബസ് വരും, ആൾക്കാർ കയറും, പോയിത്തീരും. അവൾ മാത്രം അവിടെ തന്നെ. ഒരു ദിവസം മഴ ശക്തമായി പെയ്തു. അവൾ കുടയില്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. ബസ് വരില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. എനിക്ക് ബസ്സല്ല, ഒരാളെ കാത്തിരിക്കാനാണ്. ആ വാക്കുകൾ എന്റെ ഉള്ളിൽ എന്തോ നിശ്ശബ്ദമായി തട്ടി. അന്നുമുതൽ ഞാനും അവളെ കാത്തിരിക്കാൻ തുടങ്ങി. ബസ്സിനല്ല, അവളുടെ വാക്കുകൾക്കായി. ചില ദിവസങ്ങളിൽ അവൾ പറയും, അവളുടെ ബാല്യത്തെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഒരിക്കലും വരാത്ത ഒരാളെക്കുറിച്ച്. ഞാൻ കേൾക്കും, പറയാതെ. ഒരു ദിവസം അവൾ ചോദിച്ചു, നിനക്കെന്തിനാണ് എന്നെ കേൾക്കാനിഷ്ടം? ഞാൻ മറുപടി പറഞ്ഞു, നിന്റെ കാത്തിരിപ്പ് എനിക്കെന്റെ ജീവിതം പതുക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവൾ നീണ്ടൊരു ശ്വാസം വിട്ടു. എങ്കിൽ നീ എന്നോടൊപ്പം കുറച്ചുകൂടി കാത്തിരിക്കുമോ? അന്ന് ഞാൻ സമ്മതിച്ചു, പ്രണയമെന്നു പറയാതെ. പിന്നീട് അവൾ വന്നില്ല. ഒരു ദിവസം, 2 ദിവസം, പിന്നെ ഒരിക്കലുമില്ല. ബസ് സ്റ്റോപ്പ് അതേപടി. ബസ്സുകൾ വരുന്നു, പോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ ഒരു കത്ത്. ഞാൻ കാത്തിരുന്നത് ഒരാളെയല്ല, ഒരു തീരുമാനത്തെയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ എന്റെ കാത്തിരിപ്പ് നിനക്ക് വിട്ടുതരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ആരെയെങ്കിലും കാത്തിരിക്കാനല്ല, ഒരിക്കൽ കാത്തിരിപ്പ് തന്നെ പ്രണയമാക്കിയ ആ ഓർമ്മയ്ക്കായി. കാരണം ചില പ്രണയങ്ങൾ കിട്ടാതെ പോയാലും സമയം മുഴുവൻ നമ്മോടൊപ്പം നടക്കും.